5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നോക്കൂ, ഈ ആത്മീയത പറയുന്നതിനിടയിൽ ഭൗതിക കാര്യങ്ങൾ കയറി വരുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ വിമർശനാത്മകമായി കാര്യങ്ങൾ പറയുന്നത് എന്തിനാണ്? കാര്യങ്ങളെ വിലയിരുത്തുന്നത് എന്തിനാണ്? വളരെ ഗൗരവമായ ഒരു ചോദ്യമാണ്. ആത്മീയത എന്ന് പറഞ്ഞാൽ ഭൗതിക ജീവിതത്തിൽ നിന്നെല്ലാം വിട്ടുമാറി സന്യാസി ജീവിതം നയിക്കുന്നതോ അല്ലെങ്കിൽ പിന്നെ ഭക്തിമാർഗത്തിലേക്ക് പോകുന്നതോ ഒക്കെയാണ് എന്നാണ് ഒരുപാട് ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഭാരതത്തിലെ സനാതന ധർമ്മം അനുസരിച്ചും വേദാന്തം അനുസരിച്ചുമൊക്കെ ഒരു കാരണവശാലും ഭൗതിക ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടുള്ള ഒന്നല്ല ആത്മീയ ജീവിതം. നമ്മുടെ ആരാധനാ സമ്പ്രദായത്തിലെ മൂർത്തികളും ദേവതാദേവതമാരും ഒക്കെ വിഗ്രഹങ്ങൾ ആയി നമ്മൾ പരിഗണിച്ച് ആരാധിക്കുമ്പോൾ പല വിഗ്രഹങ്ങളുടെയും കയ്യിൽ ആയുധങ്ങളുണ്ട്. എന്തിനാണ് അങ്ങനെ വിഗ്രഹങ്ങൾ ആയുധങ്ങൾ കരുതുന്നത്? തീർച്ചയായിട്ടും ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ യുദ്ധം നടത്തുന്നത് പോലും തെറ്റല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പരമ്പരയിൽപ്പെട്ടവരാണ്. ധർമ്മവും നീതിയും സത്യവും എല്ലാം ആത്മീയ ജീവിതത്തിനപ്പുറം ഭൗതികമായ ജീവിതത്തിലാണ് കൊണ്ടുവരേണ്ടത്. അതുകൊണ്ടാണല്ലോ ബ്രഹ്മചര്യവും ഗൃഹസ്ഥാശ്രമവും വാനപ്രസ്ഥവും സന്യാസവും എല്ലാം പറഞ്ഞത്. എല്ലാവരും പഠിക്കുന്ന കാലം ബ്രഹ്മചര്യത്തിലേക്ക് പോകണമെന്നും 12 വയസ്സ് വരെ മുതൽ തുടങ്ങി 24 വയസ്സ് വരെ 10-12 വർഷക്കാലം എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന ബ്രഹ്മചാരിയായി മാറണമെന്നും അതിനുശേഷം പിന്നെ 24 വർഷത്തോളം ഗൃഹസ്ഥാശ്രമിയാകണമെന്നും ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് എല്ലാവിധ കർമ്മങ്ങളും എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ചതിന് ശേഷം വാനപ്രസ്ഥത്തിലേക്ക് പോകണമെന്നും. വാനപ്രസ്ഥത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ വനത്തിലേക്ക് പോകുക എന്നുള്ളതല്ല, ഭൗതിക ജീവിതത്തിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്ന മറ്റൊരു തലത്തിലേക്ക് അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ കുറച്ച് കൊണ്ടുവരുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മാറുക എന്നുള്ളതാണ്. വാനപ്രസ്ഥം കഴിഞ്ഞാൽ പിന്നെ സന്യാസത്തിലേക്ക് പോകണം എന്നതാണ്. എല്ലാവരും സന്യാസത്തിലേക്ക് പോകണം എന്നുള്ളതാണ്. അവിടെയാണ് മോക്ഷത്തിന്റെയും മുക്തിയുടെയും ഒക്കെ കഥ പറയുന്നത്. അങ്ങനെ വളരെ കൃത്യമായി ഭൗതികതയും ആത്മീയതയും ഒരു നൂലിലെ ഇഴകൾ പോലെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഭാരതം ലോകത്തിന് സനാതന ധർമ്മം മുന്നോട്ട് വെക്കുന്നത്. ഒരു കാരണവശാലും ഭൗതികതയിൽ നിന്ന് വിട്ടുമാറിയ ഒരു ആത്മീയതയില്ല. ആത്മജ്ഞാനവും ആത്മബോധവും എല്ലാം ഭൗതികവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. മാനസിക തലമാണ് ആത്മീയമായി ബന്ധപ്പെട്ട കാര്യം. നാം എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, എന്താണ് ആരാധിക്കുന്നത്, എല്ലാം ചെയ്യുന്നത് ഭൗതികമായ ജീവിതത്തെ സ്വർഗതുല്യമാക്കുന്നതിനാണ്. അങ്ങനെ ഭൗതികമായ ജീവിതത്തെ സ്വർഗതുല്യമാക്കുമ്പോൾ സ്വാഭാവികമായി അതിനെതിരെ നിൽക്കുന്ന സാമൂഹ്യ കാര്യങ്ങളെ വിമർശിക്കേണ്ടി വരും, സാമൂഹ്യ കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടി വരും. ഇതെല്ലാം സംഭവിക്കും. ഭരണകൂടങ്ങളെ വിമർശിക്കേണ്ടി വരും, ഭരണവ്യവസ്ഥയെ വിമർശിക്കേണ്ടി വരും, ഭരിക്കുന്ന വ്യക്തികളെ വിമർശിക്കേണ്ടി വരും. ഭരിക്കുന്ന വ്യക്തികളെ വിമർശിക്കുമ്പോൾ ഒരു കാരണവശാലും ആ വ്യക്തിത്വത്തെ അല്ല വിമർശിക്കുന്നത്. തീർച്ചയായിട്ടും വിമർശിക്കുന്നത് ആ പൊസിഷനെയാണ്, ഹോൾഡ് ചെയ്യുന്ന പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളെയാണ്. അതെല്ലാം ഭൗതിക ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ്. അങ്ങനെ ഭൗതിക ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആത്മീയത തന്നെയാണ്. തീർച്ചയായിട്ടും വളരെ ഗൗരവമായി നാം ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. ആത്മീയത എന്ന് പറയുന്നത് ഭൗതിക ജീവിതത്തിൽ എന്ത് തോന്നിയവാസവും കാണിച്ചതിന് ശേഷം 24 മണിക്കൂറിൽ 23 മണിക്കൂറിൽ ഇഷ്ടമുള്ളതുപോലെയൊക്കെ ജീവിച്ചതിന് ശേഷം അവരെയും മറ്റുള്ളവരെയും എല്ലാം ഉപദ്രവിച്ച് എങ്ങനെയും ആവശ്യത്തിനും അനാവശ്യത്തിനും ഏതെല്ലാം രൂപത്തിൽ പണം ഉണ്ടാക്കാമോ അതെല്ലാം ഉണ്ടാക്കി കാമ ക്രോധ ലോഭ മോഹങ്ങളോട് എല്ലാം ജീവിച്ച് സമൂഹത്തിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി പ്രകൃതിയെ നശിപ്പിച്ച് പരിസ്ഥിതി ഇല്ലാതാക്കിയിട്ട് 1 മണിക്കൂർ പോയി ഭക്തി പാടിയത് കൊണ്ടോ അമ്പലത്തിൽ പോയത് കൊണ്ടോ ആർക്കെങ്കിലും ദാനം കൊടുത്തത് കൊണ്ടോ പൂജ നടത്തിയത് കൊണ്ടോ തീരുന്നതല്ല ആത്മീയത. 24 മണിക്കൂർ ഉച്ഛ്വാസവായുവിലും നിശ്വാസവായുവിലും ഊണിലും ഉറക്കത്തിലും അവനവന്റെ പരിചരണത്തിന് വേണ്ടി അവനവനെ പരിവർത്തനപ്പെടുത്തുന്നതിന് വേണ്ടി കൊണ്ടു നടക്കേണ്ടുന്ന ഒന്നാണ് ആത്മീയത. അതാണ് സ്പിരിച്വാലിറ്റി. അതാണ് ഇന്ത്യൻ സനാതന ധർമ്മം മുന്നോട്ട് വെക്കുന്ന സത്യം, നീതി, ന്യായം, സഹിഷ്ണുത, കരുണ, അഹിംസ, കാരുണ്യം തുടങ്ങിയ എല്ലാം അതാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ എങ്ങനെയാണ് നല്ല സനാതന ധർമ്മം നല്ല കുട്ടിയാകുന്നത്, എങ്ങനെയാണ് നല്ല വിദ്യാർത്ഥികളുടെ ധർമ്മം എന്താണ്, വീട്ടമ്മമാരുടെ ധർമ്മം എന്താണ്, ഭാര്യയുടെ ധർമ്മം എന്താണ്, മക്കളുടെ ധർമ്മം എന്താണ്, ഭർത്താവിന്റെ ധർമ്മം എന്താണ്, അച്ഛന്റെ അമ്മയുടെ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ പ്രവർത്തകരുടെ രാജാവിന്റെ സൈനികരുടെ എല്ലാവരുടെയും ധർമ്മം എന്താണ് ഓരോരുത്തരും ഉയർത്തിപ്പിടിക്കേണ്ടത്, എന്താണ് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അതെന്തിനാണ്, സാർവലൗകികമായ സ്നേഹത്തിന് വേണ്ടിയും സാർവലൗകികമായ സമാധാനത്തിന് വേണ്ടിയിട്ടും ഒക്കെ തീർച്ചയായിട്ടും ഈ ആത്മീയത ഉയർത്തിപ്പിടിക്കാൻ കഴിയും. അവിടെ മതമില്ല, ജാതിയില്ല, വർഗമില്ല, വർണ്ണമില്ല, പണ്ഡിതനെന്നോ പാമരനോ ഒന്നുമില്ല, ജീവനുകൾ മാത്രം. അങ്ങനെ ഭൂമിയിലെത്തുന്ന എല്ലാ ജീവനുകളെയും സ്നേഹിക്കുന്ന
അൺകണ്ടീഷണൽ ആയിട്ടുള്ള വ്യവസ്ഥകളില്ലാത്ത സ്നേഹത്തിന്റെ പുതിയ പർദീസ തുറക്കുന്നതാണ് ആത്മീയത. അത് ഏതെങ്കിലും നാസ്തികനോ ആസ്തികനോ യുക്തിവാദിക്കോ മാത്രം അവകാശപ്പെട്ടതല്ല. സകല ചരാചരങ്ങളെയും സ്നേഹിക്കുന്ന ഒരു ധാർമ്മികതയാണ്. ഈ പ്രപഞ്ചത്തിലെയും പ്രകൃതിയിലെയും എല്ലാറ്റിനെയും സമഭാവനയോട് കാണുന്ന ഒന്നാണ് ആത്മീയത. അതിനെ മറ്റു രൂപത്തിൽ ഭൗതികതയുടെ നിന്ന് വേറിട്ട് മാറ്റി, ഭൗതികത എന്ന് പറഞ്ഞാൽ എങ്ങനെയും ജീവിക്കുന്നത് ശാസ്ത്രത്തിന്റെയും മറ്റുമൊക്കെ സഹായത്താൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ജീവിച്ചതിന് ശേഷം കുറച്ച് ആത്മീയതയാകാം, അല്ലെങ്കിൽ കുറച്ച് ചിന്തകളാകാം, കുറച്ച് ഭക്തിയാകാം, കുറച്ച് ആരാധനയാകാം, കുറച്ച് പൈസ പൂജയ്ക്ക് കൊടുക്കാം, അന്നദാനത്തിന് കൊടുക്കാം. അതല്ല ആത്മീയത. എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കണം. ആത്മീയത എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനമാണ്. ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്, എന്റെ ജീവൻ എന്താണ് എന്ന് ഞാൻ തിരിച്ചറിയുന്ന പോലെ അപരനെയും തിരിച്ചറിയുന്ന, അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ വാഴുന്ന ജീവൻ, അങ്ങനെയുള്ള ജീവനും പുനർജന്മത്തെക്കുറിച്ചും ജീവന്റെ മോക്ഷത്തെക്കുറിച്ചും ആത്മാവിനെ കുറിച്ചും ഒക്കെ വളരെ മനോഹരമായി ചർച്ച ചെയ്യുന്ന, ചിന്തിക്കുന്ന, മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ഒരു തത്വശാസ്ത്രമാണ്, ജീവിത ശൈലിയാണ്, ഒരു സംസ്കാരമാണ് ആത്മീയത. ആ നിലയിൽ അതിനെ കാണുവാൻ നമുക്ക് കഴിഞ്ഞാൽ എത്ര മനോഹരമായിരിക്കും.